കഥകൾ കേൾക്കാനും കഥകൾ കേട്ടുറങ്ങാനും താല്പര്യമുള്ള ഓരോരുത്തരെയും ഐതിഹ്യ കഥകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വായിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു വാക്ക് കുറിക്കണേ. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചെങ്ങന്നൂർ ഭഗവതി എന്ന കഥയാണ് നിങ്ങൾക്കായി ഞാനിന്ന് വായിക്കുന്നത്. ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികൾ പാർവതി പരമേശ്വരന്മാരാണ്. എന്നാൽ ആ ദേവിയുടെ പേരിന് മാത്രമേ പ്രസിദ്ധിയുള്ളൂ. ദേവീ സാന്നിധ്യം കൂടിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് സാധാരണമാണ്. തിരുമാന്താംകുന്ന്, കൊടുങ്ങല്ലൂർ, പനയന്നാർക്കാവ് ഈ ക്ഷേത്രങ്ങളിൽ പ്രധാനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ശിവനാണല്ലോ. എങ്കിലും ആ സ്ഥലങ്ങളിലെല്ലാം ഭഗവതികൾക്കാണ് പ്രസിദ്ധി. അതുപോലെ തന്നെ ചെങ്ങന്നൂരും ഭഗവതിക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം. ആ ദേവിയുടെ പ്രസിദ്ധിയും മഹാത്മ്യവും ഒട്ടും ചില്ലറയല്ല താനും. അവയെക്കുറിച്ച് പിന്നാലെ പ്രസ്താവിക്കാം. ഈ ദേവീ ദേവന്മാർ ഇവിടെ ആവിർഭവിച്ചതിൻ്റെ കാരണം തന്നെ ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു. പണ്ട് പാർവതി സ്വയംവരത്തിനായിട്ട് ശ്രീ പരമേശ്വരനും തദ്ദർശനാർത്ഥം ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും സിദ്ധന്മാർ, സാധ്യന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ മുതലായ ദേവഗണങ്ങളും അപ്സരസുകളും സകല മഹർഷികളും മറ്റും ഹിമവൽ പാർശ്വത്തിങ്കൽ ചെന്നു ചേർന്നപ്പോൾ അവരുടെ ഭാരം കൊണ്ട് ഭൂഗോളം വടക്കോട്ട് മറിഞ്ഞേക്കുമോ എന്ന് സംശയിച്ച് ബ്രഹ്മാദികളായ ത്രിമൂർത്തികൾ അത്യന്തം തപശക്തിയുള്ള മഹാനായ അഗസ്ത്യ മഹർഷിയെ വിളിച്ച് തെക്ക് പാമ്പാ നദിയുടെ തെക്കേക്കരയിലുള്ള ശോണാദ്രിയിൽ ചെന്ന് ഈ സ്വയംവരം കഴിഞ്ഞ് ഹിമവൽ പാർശ്വത്തിങ്കിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നതുവരെ ഇരിക്കുവാൻ നിയോഗിച്ചു. അത് കേട്ട് അഗസ്ത്യ മഹർഷി ശോണാദ്രിയിൽ ചെന്ന് ഇരിക്കുന്നതിന് വിരോധമില്ല, എങ്കിലും ദേവിയുടെ സ്വയംവര മഹോത്സവം കാണാതെ പോകുന്ന കാര്യത്തിൽ അപാരമായ മനസ്താപമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു, അതിനെക്കുറിച്ച് മനസ്താപം വേണ്ട, ഇവിടെ ഉണ്ടാകുന്ന ഘോഷങ്ങളെല്ലാം അവിടെ കാണിച്ചു തരാം. അത് കേട്ട അഗസ്ത്യ മഹർഷി എന്നാൽ അത് മതി എന്ന് സമ്മതിച്ച് അവിടെ നിന്ന് പോയി ശോണാദ്രിയിലെത്തി തപോനിഷ്ഠയോടുകൂടി തന്നെ അവിടെ ഇരുന്നു. സ്വയംവരാനന്തരം ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും മറ്റും ശോണാദ്രിയിൽ അഗസ്ത്യ മഹർഷിയുടെ അടുക്കൽ സാഘോഷം ചെന്നു ചേർന്നു. അപ്പോൾ ശ്രീ പാർവതി തൃപ്പൂത്തായി, അതായത് ഋതുവായി. പിന്നെ ഋതുശാന്തി കല്യാണം അവിടെ വെച്ച് കെങ്കേമമായി നടത്തി. അതിൻ്റെ ഘോഷങ്ങളെല്ലാം കണ്ടപ്പോൾ അഗസ്ത്യ മഹർഷിക്ക് സ്വയംവര മഹോത്സവം കാണാഞ്ഞിട്ടുണ്ടായ മനസ്താപം തീർന്നു. അനന്തരം ബ്രഹ്മാദികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അവിടെ വന്ന് വലിയ വനപ്രദേശമായിരുന്നു. പിന്നെയും വളരെ കാലം അങ്ങനെ തന്നെ കിടന്നിരുന്നു. അനന്തരം ശ്രീ പരശുരാമൻ പരദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെയും മറ്റും കേരളത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവരിൽ ചിലർ ഈ സ്ഥലം വെട്ടിത്തെളിയിച്ച് ജനവാസ യോഗ്യമാക്കി തീർത്തു. പിന്നെ കേരള രാജ്യത്തെ വടക്ക് 32, തെക്ക് 32 ഇങ്ങനെ 64 ഗ്രാമങ്ങളാക്കി വിഭജിച്ചപ്പോൾ ഈ സ്ഥലവും ഒരു ഗ്രാമവും മലയാള ബ്രാഹ്മണ സങ്കേതവും വഞ്ഞിപ്പുഴ തമ്പുരാൻ ഈ ദേശത്തിൻ്റെ അധിപനുമായി തീർന്നു. ശോണാദ്രി എന്നുള്ള ഗീർവാണ പദം മലയാളത്തിലായപ്പോൾ ചെങ്കുന്ന് എന്നായി. അതിൻ്റെ കൂടെ ഊര് അഥവാ ഗ്രാമം കൂടിയായപ്പോൾ ചെങ്ങന്നൂര് എന്നായി. അത് കാലക്രമേണ ചെങ്ങന്നൂരായി പരിണമിച്ചു. ഇപ്പോൾ ചെങ്ങന്നൂർ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അധീനതയിൽ ഉൾപ്പെട്ടതായിരുന്നതിനാൽ അവിടുന്ന് ആ സ്ഥലം നായനാർ പിള്ള എന്നൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു. ആ നായനാർ പിള്ളയുടെ കൂലിവേലക്കാരത്തിയായ ഒരു കുറത്തി ഒരു ദിവസം അവളുടെ അരിവാൾ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിന്മേലിട്ട് തേച്ചു. അപ്പോൾ ആ കല്ലിൽ നിന്ന് രക്തം പ്രവഹിച്ചു തുടങ്ങി. അവൾ അത് കണ്ട് പേടിച്ച് പരിഭ്രമിച്ച് ഓടിച്ചെന്ന് ഈ വിവരം നായനാർ പിള്ളയോട് പറഞ്ഞു. നായനാർ പിള്ള അത് വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അടുക്കൽ അറിയിച്ചു. തമ്പുരാൻ ഉടനെ തൻ്റെ സ്വജനങ്ങളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടുകൂടി ആ സ്ഥലത്തെത്തി. അപ്പോഴേക്കും പൗരപ്രധാനന്മാരായ പല യോഗ്യന്മാരും അവിടെ വന്നുകൂടി. തമ്പുരാൻ്റെ കൂടെ ചെന്ന ബ്രാഹ്മണരിൽ ഒരാൾ അവിടുത്തെ സ്വജനവും പ്രസിദ്ധ തന്ത്രിയുമായിരുന്ന താഴമൺ പോറ്റിയായിരുന്നു. അദ്ദേഹം മന്ത്രതന്ത്രങ്ങളിലെന്ന പോലെ സകല ശാസ്ത്രങ്ങളിലും അതിനിപുണനായ ഒരു ദിവ്യനുമായിരുന്നു. അദ്ദേഹം
ആ ശിലയും രക്തപ്രവാഹവും കണ്ടിട്ട് സ്വല്പനേരം ധ്യാനനിഷ്ഠനായി ഇരുന്നതിന് ശേഷം ഇത് കേവലം കാട്ടുശിലയല്ലെന്ന് ഈ രക്തപ്രവാഹം കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ടല്ലോ. ഇത് സ്വയംഭൂവായ ഒരു ശിവലിംഗമാണ്. ഇങ്ങനെ കാണപ്പെടുന്ന ഈശ്വരബിംബത്തിങ്കൽ ഉടനെ ഒരു നിവേദ്യമെങ്കിലും കഴിക്കാഞ്ഞാൽ പെട്ടെന്നത് അപ്രത്യക്ഷമായി പോയെന്നും വരാം. ഈ രക്തപ്രവാഹം നിൽക്കുന്നതിന് തൽക്കാലം 36 പറ നെയ്യ് ഈ ബിംബത്തിന് ആടേണ്ടിയിരിക്കുന്നു. സമന്ത്രം ഘൃതധാര ചെയ്യാതെ ഈ രക്തസ്രാവം നിൽക്കുകയില്ല എന്ന് താഴമൻ പോറ്റി പറഞ്ഞു. ഉടനെ വഞ്ഞിപ്പുഴ തമ്പുരാൻ നിവേദ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളും ആടുന്നതിന് 36 പറ നെയ്യും അവിടെ വരുത്തി കൊടുത്തു. ആടുന്നതിന് എന്ന് ഉദ്ദേശിക്കുന്നത് അഭിഷേകം ചെയ്യുന്നതായിട്ടാണ്. താഴമൻ പോറ്റി അവയെടുത്ത് നിവേദ്യവും നെയ്യാട്ടവും നടത്തുകയും ഉടനെ രക്തം സ്രവിക്കാതെയാവുകയും ചെയ്തു. അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ, താഴമൻ പോറ്റി മുതലായവർ യോഗം കൂടി അവിടെ ക്ഷേത്രം പണിയിക്കുന്നതിനുള്ള ആലോചന തുടങ്ങി. അപ്പോൾ താഴമൻ പോറ്റി, ഇവിടെ ശിവൻ മാത്രമല്ല ഇളകൊണ്ടിരിക്കുന്നത്, ശ്രീ പാർവതിയുടെ സാന്നിധ്യവുമുണ്ട്. അതിനാൽ ക്ഷേത്രം പണിയുമ്പോൾ ശിവന്റെ ശ്രീകോവിലോടുകൂടി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനും ഒരു ഗർഭഗൃഹം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ യോഗക്കാർ ഓരോന്ന് പറയുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ചൻ ദേവഗത്യ അവിടെ വന്നു ചേർന്നു. പെരുന്തച്ചനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് വിചാരിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സാദരം സൽക്കരിച്ചിരുത്തി. അവിടെ ഉണ്ടായ സംഗതികളും തങ്ങളുടെ ആലോചനയും അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും അമ്പലം പണിയിക്കുന്നതിന് ഒരു കണക്ക് ചാർത്തി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പെരുന്തച്ചൻ 2-3 ദിവസം അവിടെ താമസിച്ച് അമ്പലം, കൂത്തമ്പലം, ഗോപുരങ്ങൾ മുതലായവയുടെ കണക്കുകൾ ചാർത്തി കൊടുക്കുകയും താമസിയാതെ ഇനിയും വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അനന്തരം ഏതാനും മാസങ്ങൾക്ക് ശേഷം പെരുന്തച്ചൻ പിന്നെയും അവിടെ ചെന്നിരുന്നു. അപ്പോഴേക്കും അമ്പലം പണി മിക്കവാറും തീർന്നിരുന്നു. ശിവന്റെ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായിട്ടും ശ്രീ പാർവതിയുടെ ശ്രീകോവിൽ പുറത്ത് പടിഞ്ഞോട്ട് ദർശനമായിട്ടുമായിരുന്നു പണിതിരുന്നത്. പെരുന്തച്ചൻ നിശ്ചയിച്ചിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ചുറ്റമ്പലം, തിടപ്പള്ളി മുതലായവയും പണിത് തീർത്തിരുന്നു. എന്നാൽ കൂത്തമ്പലത്തിൻ്റെ പണി ആരംഭിക്കുക പോലും ചെയ്തിരുന്നില്ല. അതിൻ്റെ കണക്ക് സാധാരണ രീതിയിലല്ല പെരുന്തച്ചൻ ചാർത്തി കൊടുത്തിരുന്നത്. കൂത്തമ്പലം കുക്കുടാണ്ടാകൃതിയിൽ പണിതീർത്തക്ക വണ്ണമായിരുന്നു കണക്കുണ്ടാക്കി കൊടുത്തിരുന്നത്. അതേത് അണ്ടാകൃതിയാണെന്ന് എനിക്കും അറിഞ്ഞൂടാ. അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. അങ്ങനെ പണിത് തീർക്കുന്നതിന് ആ ദിക്കിലും അടുത്ത പ്രദേശങ്ങളിലുമായിട്ടുണ്ടായിരുന്ന ആശാരിമാർ വിചാരിച്ചിട്ട് സാധിച്ചില്ല. അതിനാൽ പെരുന്തച്ചൻ ഏതാനും മാസങ്ങൾ അവിടെ താമസിച്ച് സ്വയമേവ പണിതും പറഞ്ഞുകൊടുത്തും മറ്റുള്ള ആശാരിമാരെ കൊണ്ട് പണിയിച്ചും കൂത്തമ്പലവും തീർത്തു. അമ്പലം പണിയെല്ലാം കുറെ തീർന്നപ്പോൾ വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ ശ്രീ പാർവതിയുടെ ഒരു ശിലാവിഗ്രഹം പെരുന്തച്ചൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനെ പെരുന്തച്ചൻ മതിൽക്കകത്തെല്ലാം ചുറ്റി നടന്ന് ആ സ്ഥലം ആകപ്പാടെ പരിശോധിച്ചതിന് ശേഷം മതിൽക്കകത്ത് വായുകോണിലായി ഒരു സ്ഥലം തൊട്ട് കാണിച്ചിട്ട് അവിടെ വെട്ടിക്കുഴിച്ച് മണ്ണ് മാറ്റിക്കുവാൻ ആവശ്യപ്പെട്ടു. തമ്പുരാന്റെ കൽപ്പന പ്രകാരം അങ്ങനെ ചെയ്തപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ദേവിയുടെ ഒരു ശിലാവിഗ്രഹം യാതൊരു കേടും കൂടാതെ കണ്ടുകിട്ടി. പെരുന്തച്ചൻ ആ വിഗ്രഹം എടുത്ത് അവിടെ കൊടുത്തിട്ട് പിന്നെയും അവിടെ നിന്ന് പോയി. അടുത്തുണ്ടായിരുന്ന ശുഭമുഹൂർത്തത്തിൽ ദേവീപ്രതിഷ്ഠയും ദേവനും ദേവിക്കും യഥാവിധി കലശം, ഉത്സവം മുതലായവയും നടത്തുകയും നിത്യദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവ നിശ്ചയിച്ച് അവയ്ക്കെല്ലാം പതിവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ആണ്ടുതോറും ധനുമാസത്തിൽ തിരുവാതിര കൊടിയേറി 28 ദിവസത്തെ ഉത്സവം വേണമെന്നാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ആ മുറയ്ക്ക് സാധാരണ ആറാട്ട് മകരമാസത്തിൽ തിരുവാതിര നാളാകും. എന്നാൽ ചില കൊല്ലം ധനുമാസത്തിൽ 2 തിരുവാതിര വന്നാൽ ആദ്യത്തെ തിരുവാതിര കൊടിയേറ്റും രണ്ടാമത്തെ തിരുവാതിര ആറാട്ടുമായിരിക്കും. ദേവിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഭക്തിയും വിശ്വാസവും വർദ്ധിക്കുന്നതിന് ഒരു കാരണം കൂടി ഉണ്ടായിത്തീർന്നു. ഒരു ദിവസം കാലത്ത് ശാന്തിക്കാരൻ കുളിച്ചു ചെന്ന് ദേവിയുടെ നട തുറന്ന് നിർമാല്യം വാങ്ങിയപ്പോൾ ഉടയാടയിൽ രജസ് കാണുകയാൽ സംശയിച്ച് നിർമാല്യത്തോടു കൂടെ ഉടയാട പതിവ് പോലെ പുറത്തിടുകയും സംശയിക്കപ്പെട്ട സംഗതി സ്വകാര്യമായി കഴകക്കാരൻ വാര്യരോട് പറയുകയും ചെയ്തു. വാര്യർ ആ സംഗതി ദേവസ്വക്കാരെ അറിയിക്കുകയും അവരുടെ നിയോഗപ്രകാരം ആ ഉടയാട പൊതിഞ്ഞു കെട്ടി വഞ്ഞിപ്പുഴ മഠത്തിൽ കൊണ്ടുപോയി
അകത്ത് കൊടുപ്പിച്ച് വലിയ തമ്പുരാട്ടിയെ കാണിക്കുകയും വലിയ തമ്പുരാട്ടി നോക്കി പരിശോധിച്ച് ദേവി ഋതുവായത് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുകയും എങ്കിലും താഴമൺ മഠത്തിൽ കൊണ്ടുപോയി അവിടുത്തെ വലിയ അന്തർജനത്തെ കൂടെ കാണിച്ചേക്കണം എന്ന് കൽപ്പിച്ച് ഉടയാട മടക്കി കൊടുക്കുകയും ചെയ്തു. വാര്യർ ഉടയാട താഴമൺ മഠത്തിലും കൊണ്ടുപോയി ദാസികൾ മുഖാന്തരം അകത്ത് കൊടുത്ത് കാണിച്ചു. അവിടുത്തെ വലിയ അന്തർജനവും അത് നോക്കിയിട്ട് വലിയ തമ്പുരാട്ടി കൽപ്പിച്ചതുപോലെ തന്നെ തീർച്ചപ്പെടുത്തി പറഞ്ഞു. ഇങ്ങനെ സംഗതി തീർച്ചയായതിനു ശേഷം തന്ത്രിയായ താഴമൺ പോറ്റി അമ്പലത്തിൽ ചെന്നു പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൻ്റെ വടക്കേ മൂലയിലുള്ള ഒരു മുറി ദേവസ്വക്കാർ മുഖാന്തരം കെട്ടിവിധാനിച്ച് അലങ്കരിച്ച് ദേവിയെ ശ്രീകോവിലിനകത്ത് നിന്ന് എഴുന്നള്ളിച്ച് ആ മുറിയിലിരുത്തി. ഉടനെ ശ്രീകോവിൽ അടച്ചു പൂട്ടുകയും ചെയ്തു. പിന്നെ 3 ദിവസത്തേക്ക് ദേവിക്ക് പൂജ, ദീപാരാധന മുതലായവയെല്ലാം ദേവിയെ എഴുന്നള്ളിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നടത്തി. രാത്രിയിൽ ദേവിക്ക് തുണയായി 3 ദിവസം പടിഞ്ഞാറെ ചുറ്റമ്പലത്തിൽ കിടക്കുന്നതിന് 4 നായർ സ്ത്രീകളെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 4-ാം ദിവസം രാവിലെ ദേവിയെ തൃപ്പൂത്താറാട്ടിനായിട്ട്, അതായത് ഋതുസ്നാനത്തിനായിട്ട് പിടിയാനപ്പുറത്ത് കയറ്റി പമ്പാ നദിയുടെ കൈവഴിയായ മിത്രപ്പുഴക്കടവ് എന്ന സ്ഥലത്തേക്ക് വാദ്യഘോഷങ്ങളോടുകൂടി എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. അന്തർജനങ്ങളുടെ ഋതുസ്നാനം പോലെ തന്നെ ആറാടിച്ചു. തന്ത്രി, പരികർമ്മികൾ മുതലായവർ ചെന്ന് സാധാരണയായി ആറാട്ടുകൾക്കുള്ള ചടങ്ങുകളോടുകൂടി തന്നെ പുണ്യാഹം, പൂജ മുതലായവയും കഴിച്ച് ദേവിയെ പിടിയാനപ്പുറത്ത് തന്നെ വാദ്യഘോഷങ്ങളോടുകൂടി തിരികെ എഴുന്നള്ളിച്ചു. ആ എഴുന്നള്ളത്ത് മതിൽക്കകത്തെത്തിയപ്പോൾ പതിവുള്ള ശീവേലിക്ക് ദേവനെയും എഴുന്നള്ളിച്ചു. പിന്നെ 2 എഴുന്നള്ളത്തുകളും കൂടി 3 പ്രദക്ഷിണം കഴിഞ്ഞു ദേവനെ ദേവന്റെ ശ്രീകോവിലിനകത്തേക്കും ദേവിയെ ദേവിയുടെ ശ്രീകോവിലിനകത്തേക്കും എഴുന്നള്ളിച്ചു. അങ്ങനെ ആ അടിയന്തരം അവസാനിച്ചു. അടുത്ത മാസത്തിലും ദേവി ഋതുവായി. അപ്പോഴും ശാന്തിക്കാരൻ മുൻ മാസത്തിലെ പോലെ ഉടയാട നിർമാല്യത്തോടു കൂടിയെടുത്ത് പുറത്തിടുകയും സംഗതി വാര്യരോട് സ്വകാര്യമായി പറയുകയും ചെയ്തു. വാര്യർ ഉടയാട വഞ്ഞിപ്പുഴ മഠത്തിലെ വലിയ തമ്പുരാട്ടിയെയും താഴവൺ മഠത്തിലെ അന്തർജനത്തെയും കാണിച്ച് സംഗതി തീർച്ചപ്പെടുത്തുകയും വിവരം ദേവസ്വക്കാരെ അറിയിക്കുകയും തന്ത്രി മുതലായവർ കൂടി തൃപ്പൂത്താറാട്ട് വരെയുള്ള സകല കാര്യങ്ങളും യഥാപൂർവം ഭംഗിയായി നടത്തുകയും ചെയ്തു. അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ യോഗം കൂടി ദേവി പിന്നെയും മാസം തോറും ഋതുവാകുമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. അത് സംബന്ധിച്ച് വേണ്ടുന്ന ചെലവിലേക്ക് കൂടി മുതൽ വക വെച്ച് ദേവസ്വം വക പതിവ് കണക്കിൽ ചേർത്ത് എഴുതിക്കുകയും ദേവിയുടെ കാര്യങ്ങൾക്കായി ചില വീട്ടുകാരെ നിശ്ചയിക്കുകയും അവർക്കുമുള്ള ചിലവ് നിശ്ചയിക്കുകയും ചെയ്തു. ആ അടിയന്തരം പിന്നെ മുറയ്ക്ക് നടന്നുകൊണ്ടുമിരുന്നു. അങ്ങനെ ഇരുന്ന കാലത്ത് പെരുന്തച്ചൻ പിന്നെയും ഒരു ദിവസം ചെങ്ങന്നൂർ ചെന്നിരുന്നു. അപ്പോൾ പഞ്ചലോഹങ്ങൾ ചേർത്ത് ഒരു ദേവി വിഗ്രഹം വാർത്തുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം ചെന്നത്. ആ ബിംബം തന്ത്രിയായ താഴമൺ പോറ്റിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇനി ഏതാനും ശതാബ്ദങ്ങൾ കഴിയുമ്പോൾ ഈ അമ്പലത്തിന് അഗ്നിബാധ ഉണ്ടാകും. അപ്പോൾ അമ്പലത്തോടുകൂടി ഇപ്പോഴത്തെ ദേവീ വിഗ്രഹവും നഷ്ടപ്പെട്ടു പോകും. പിന്നീട് അമ്പലം പണി കഴിഞ്ഞ് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ വിഗ്രഹം ഉപയോഗിക്കണം. അക്കാലം വരെ ഈ വിഗ്രഹം ഇവിടെ വടക്ക് വശത്തോടുകൂടി ഒഴുകുന്ന നദിയുടെ കരയോട് ചേർന്ന് കാണുന്ന പാറയുടെ സമീപത്തുള്ള കയത്തിലിട്ടേക്കണം. അക്കാലത്തിലുണ്ടായിരിക്കുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കുമല്ലോ. അതിനാൽ അവരുടെ അറിവിനായി ഈ വിവരങ്ങളെല്ലാം ഒരു ഗ്രന്ഥത്തിൽ എഴുതി സൂക്ഷിച്ചു വെക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ പോവുകയും ആ താഴമൺ പോറ്റി അപ്രകാരമെല്ലാം ചെയ്യുകയും ചെയ്തു. അനന്തരം ഏതാനും ശതാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ പെരുന്തച്ചൻ പറഞ്ഞിരുന്നതുപോലെ അമ്പലത്തിന് അഗ്നിബാധ ഉണ്ടായി. അപ്പോൾ ബിംബഹാനി വരരുതെന്ന് കരുതി ജനങ്ങൾ ആദ്യം ശിവന്റെ ശ്രീകോവിലിനകത്ത് ചെളി കോരിക്കൊണ്ടുവന്നിട്ട് നിറച്ചു. പിന്നെ ദേവിയുടെ ശ്രീകോവിലിനകത്ത് കൂടി അപ്രകാരം ചെയ്യുന്നതിന് ചെന്നപ്പോഴേക്കും തീജ്വാല കൊണ്ട് ആർക്കും അങ്ങോട്ടടുക്കാൻ വയ്യാതെയായി പോയതിനാൽ അമ്പലം വെന്തു വെണ്ണീറായതിനോടുകൂടി ദേവിയുടെ വിഗ്രഹം പൊട്ടിത്തകർന്നുപോയി. അഗ്നിബാധയിൽപ്പെട്ട് അമ്പലവും കൂത്തമ്പലവും ഗോപുരങ്ങളുമെല്ലാം നിശേഷം അഗ്നിക്കിരയായി തീർന്നു. പിന്നീട് വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായ യോഗക്കാരും മറ്റും കൂടി ആലോചിച്ച് അധികം താമസിയാതെ അമ്പലവും മറ്റും യഥാപൂർവം പുത്തനായി പണി കഴിപ്പിച്ചു. കൂത്തമ്പലം പണിയുന്നതിന് അറിയാവുന്ന ആശാരിമാരില്ലാതെ ഇരുന്നതിനാൽ അത് മാത്രം പണിയിച്ചില്ല. കുക്കുടണ്ടാകൃതിയിലുള്ള അതിൻ്റെ തറ മാത്രം ഇപ്പോഴും അവിടെ കാണുവാനുണ്ട്. അമ്പലം പണി കഴിഞ്ഞതിന് ശേഷം ദേവീ വിഗ്രഹം ഉണ്ടാക്കാനുള്ള ആലോചനയായി. ലക്ഷണപ്പിഴ കൂടാതെ ശാസ്ത്രപ്രകാരം ബിംബം പണിയാൻ
പഠിപ്പും പരിചയവുമുള്ള ശില്പാശാരി എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന കാലത്ത് അന്ന് താഴമൺ മഠത്തിൽ മൂപ്പായിരുന്ന നീലകണ്ഠൻ പോറ്റി ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരോ ചെന്ന് ഗ്രന്ഥം നോക്കണം എന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം. ഉടനെ അദ്ദേഹം ഉണർന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും ആരെയും കണ്ടില്ല. എന്തോ സാരമില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ചുറങ്ങിയപ്പോൾ വീണ്ടും മേൽപ്രകാരം സ്വപ്നമുണ്ടായി. അങ്ങനെ അന്നു മുതൽ 4-5 ദിവസം അടുപ്പിച്ച് രാത്രി തോറും 4-5 പ്രാവശ്യം സ്വപ്നം കണ്ടു. അതിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഗ്രന്ഥം നോക്കണം എന്ന് പറഞ്ഞതായിട്ടാണല്ലോ സ്വപ്നമുണ്ടായത്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ അഴിച്ച് പരിശോധിക്കുക തന്നെ എന്ന് വിചാരിച്ച് അദ്ദേഹം അടുത്ത ദിവസം ഗ്രന്ഥപ്പെട്ടി തുറന്ന് ഓരോ ഗ്രന്ഥങ്ങൾ അഴിച്ച് പരിശോധിച്ചു തുടങ്ങി. അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ പെരുന്തച്ചൻ ഒരിക്കൽ ഇവിടെ വന്നിരുന്നു എന്നും അദ്ദേഹം ഇനി ഏതാനും ശതാബ്ദങ്ങൾ കഴിയുമ്പോൾ ഇവിടെ അമ്പലത്തിന് അഗ്നിബാധ ഉണ്ടാവുകയും അമ്പലത്തോടു കൂടി ദേവീ വിഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമെന്നും അപ്പോൾ ആ വിഗ്രഹത്തിന് പകരം ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് പഞ്ചലോഹ നിർമ്മിതമായ ഒരു ദേവീ വിഗ്രഹം തന്നിട്ടാണ് അദ്ദേഹം പോയതെന്നും ആ വിഗ്രഹം ഇവിടെ വടക്ക് വശത്തുള്ള പുഴവക്കത്ത് കാണുന്ന പാറയുടെ സമീപമുള്ള കയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ആവശ്യപ്പെടുമ്പോൾ എടുത്തുകൊള്ളണം എന്ന് എഴുതിയിരിക്കുന്നതുമായി കണ്ടു. ആ വിവരം നീലകണ്ഠൻ പോറ്റി വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവരെ അറിയിച്ചു. ഉടനെ തമ്പുരാൻ അനേകം ആളുകളെ അയച്ച് കയത്തിൽ മുങ്ങി തപ്പിച്ച് നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ കരുനാഗപ്പള്ളിക്കാരായ ചില മരയ്ക്കാന്മാർ വഞ്ചികളിൽ കയറി വലവീശി മത്സ്യം പിടിച്ചു നടന്ന കൂട്ടത്തിൽ മേൽപ്പറഞ്ഞ കയത്തിന് സമീപം വഞ്ചികൾ അടുപ്പിച്ച് കരക്കിറങ്ങി ആ കയത്തിൽ കുളിച്ചു. അപ്പോൾ അതിലൊരുത്തിന് ആ കയത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് നോക്കണമെന്ന് തോന്നി. അവൻ ആ കയത്തിൽ മുങ്ങി അടിയിൽ ചെന്നപ്പോൾ ഖനമുള്ള എന്തോ ഒരു വസ്തു അവൻ്റെ കാലിൽ തടഞ്ഞു. അവൻ അതെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു. അതൊരു ദേവീ വിഗ്രഹം തന്നെയായിരുന്നു. ഉടനെ ഈ വിവരം വഞ്ഞിപ്പുഴ തമ്പുരാൻ അറിഞ്ഞ് ചിലരെ പറഞ്ഞയച്ച് ആ മരയ്ക്കാന്മാരെ കൊണ്ട് തന്നെ ആ വിഗ്രഹം എടുപ്പിച്ച് പടിഞ്ഞാറേ ഗോപുരത്തെങ്കിൽ വരുത്തി. അപ്പോൾ ആ മരയ്ക്കാന്മാർ വിശപ്പ് കൊണ്ട് ഏറ്റവും വലഞ്ഞിരുന്നു. എങ്കിലും അന്ന് ശിവരാത്രി ആയിരുന്നതിനാൽ അവർക്ക് കരിക്കും പഴവും മുതലായവ ധാരാളമായി കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരെ പറഞ്ഞയച്ചു. പിന്നെ നവീകരണ ക്രിയാദികളോടുകൂടി ശുഭമുഹൂർത്തത്തിങ്കൽ ദേവിയുടെ ബിംബപ്രതിഷ്ഠയും കലശവും ഉത്സവവും മറ്റും യഥാവിധി നടത്തുകയും ക്ഷേത്രകാര്യങ്ങളെല്ലാം യഥാപൂർവം മുറയ്ക്ക് നടന്നു തുടങ്ങുകയും ചെയ്തു. എങ്കിലും ആ നവീന പ്രതിഷ്ഠ കഴിഞ്ഞതിൽ പിന്നെ അവിടെ ദേവിയുടെ ചൈതന്യം ലേശം പോലും ഇല്ലാതെയായി തീർന്നു. ഇവിടെ ഭജനത്തിനായും ദർശനത്തിനായും ആരും വരാതെയും വഴിപാടുകളൊന്നും ഇല്ലാതെയുമായി. ഇങ്ങനെയൊക്കെയായി തീർന്നത് പ്രതിഷ്ഠ മുതലായവ നടത്തിയ തന്ത്രിക്ക് തപശക്തിയും മനഃശുദ്ധിയും മന്ത്രതന്ത്രാദികളിൽ പാണ്ഡിത്യവും പരിചയവും ഇല്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിപ്പാനും തുടങ്ങി. ക്രമേണ നീലകണ്ഠൻ പോറ്റിക്ക് പരപരിഹാസവും തന്നിമിത്തമുള്ള മനസ്താപവും ദുസ്സഹമായി തീർന്നു. അതിനാൽ അദ്ദേഹം ഭക്തിപൂർവ്വം ദേവിയെ ഭജിക്കുകയും ചില ദിവ്യമന്ത്രങ്ങൾ കൊണ്ട് പതിവായി പുഷ്പാഞ്ജലികളും ചില ദിവ്യമന്ത്രങ്ങൾ ജപിച്ച് നിവേദ്യങ്ങളിൽ ഉപസ്തരിക്കുകയും മറ്റും ചെയ്തു തുടങ്ങി. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും ഉണ്ടായി തുടങ്ങിയതായി ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. അപ്പോഴേക്കും അവിടെ ഭജനത്തിനായും ദർശനത്തിനായും ജനങ്ങൾ കുറേശ്ശെ വന്നു തുടങ്ങി. വഴിപാടുകളും ഉണ്ടായി തുടങ്ങി. ദേവി ചിലപ്പോൾ ഋതുവായി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ നീലകണ്ഠൻ പോറ്റിയുടെ അതിനിഷ്ഠയോടുകൂടിയ ഭജനം ഒരു സംവത്സരമായപ്പോഴേക്കും അവിടെ ദേവിയുടെ ചൈതന്യം പണ്ടത്തേതിൽ നിന്നും 10 മടങ്ങ് വർദ്ധിച്ചു. പിന്നെ അത് അവിടെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതവിടെ പ്രതിദിനം എന്ന പോലെ വർദ്ധിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 10-15 ഭജനക്കാരെങ്കിലും ഇല്ലാതെ ഒരിക്കലും വരാറില്ല. ചിലപ്പോൾ 100-150 പേരുണ്ടായെന്നും വരും. പ്രതിദിനം ദർശനത്തിനായി അസംഖ്യം ആളുകൾ വരുന്നുണ്ട്. കണക്കില്ലാതെ വഴിപാടുകളും ഉണ്ടാകുന്നുണ്ട്. ആ ദേവി സകല ജനങ്ങൾക്കും സകലാഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. അവിടെ ചെന്ന് കണ്ടാൽ ദേവിയെക്കുറിച്ചുള്ള ഭക്തിയും വിശ്വാസവും പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകൾക്കാണെന്ന് തോന്നും. ദേവി ഋതുവായിരിക്കുന്ന കാലങ്ങളിൽ അവിടെ ചെന്ന് ദർശനം കഴിക്കുന്നത് സന്തതിക്കും സമ്പത്തിനും സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും വളരെ നല്ലതാണെന്നുള്ള പ്രസിദ്ധി നിമിത്തം അക്കാലങ്ങളിൽ അവിടെ ദർശനത്തിനായി വരുന്ന സ്ത്രീജനങ്ങൾക്ക് കണക്കില്ലായിരുന്നു. അപ്രകാരം തന്നെ തൃപ്പൂർ ആറാട്ട് സംബന്ധിച്ചുള്ള എഴുന്നള്ളത്തിൻ്റെ മുമ്പിൽ താലപ്പൊലി എടുക്കുന്നതിനായിട്ടും അസംഖ്യം സ്ത്രീകൾ അവിടെ വന്നു കൂടുന്നുമുണ്ട്.
ദേവിയുടെ തൃപ്പൂത്ത് ആറാട്ട് സംബന്ധിച്ചുള്ള എഴുന്നള്ളത്ത് കാണുന്നതിന് ദേവന്മാരോട് കൂടി ദേവസ്ത്രീകളും ആകാശത്തെങ്കിൽ വന്ന് നിൽക്കുന്നു എന്നാണ് പ്രസിദ്ധി. ദേവിയെക്കുറിച്ചുള്ള പ്രസിദ്ധി ലോകത്തിൽ സർവത്ര വ്യാപിക്കുകയും തങ്ങൾ എടുത്തുകൊടുത്ത വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് അറിയുകയും ചെയ്തപ്പോൾ കരുനാഗപ്പള്ളിക്കാരായ ആ മരയ്ക്കാന്മാർക്കും ഭഗവതിയെക്കുറിച്ച് ക്രമത്തിലധികമായ ഭക്തിയും പ്രതിപത്തിയും ഉണ്ടായിത്തീരുകയും അവർ ശിവരാത്രി തോറും ദേവിയെ വന്ദിക്കുന്നതിനായി ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടക്കൽ പോയി തുടങ്ങുകയും അവരവിടെ ചെന്നാൽ ദേവസ്വക്കാർ അവർക്ക് കരിക്കും പഴവും കൊടുത്തു തുടങ്ങുകയും ചെയ്തു. കാലക്രമേണ അതൊരു പതിവായി തീർന്നു. ആ മരയ്ക്കാന്മാരുടെ വംശക്കാർ ഇപ്പോഴും ശിവരാത്രി തോറും അവിടെ വരികയും ദേവസ്വത്തിൽ നിന്ന് അവർക്ക് കരിക്കും പഴവും കൊടുക്കുകയും ചെയ്തു വരുന്നുണ്ട്. സ്വയംവരാനന്തരം പാർവതി പരമേശ്വരന്മാരും ബ്രഹ്മാദി ദേവന്മാരും മറ്റും കൂടി ശോണാദ്രിയിൽ ചെന്നുവെന്നും അപ്പോൾ ദേവി ഋതുവായി എന്നും അവിടെ വെച്ച് ഋതുശാന്തി കല്യാണം നടത്തിയെന്നും നമ്മൾ മുമ്പ് പറഞ്ഞുവല്ലോ. അന്ന് ആ ഋതുശാന്തി സംബന്ധിച്ച് ഹോമം കഴിച്ച സ്ഥലം കാലക്രമേണ ഒരു തടാകമായി തീർന്നു. ആ തടാകമാണ് ചെങ്ങന്നൂർ വടക്കേക്കുളമായി പരിണമിച്ചത്. ആ കുളത്തിന് ഇപ്പോഴും പറഞ്ഞു വരുന്ന പേര് ശക്തികുണ്ഠതീർത്ഥം എന്നാണ്. ആ കുളം സ്വച്ഛമാക്കുന്നതിനായി അടുത്ത കാലത്ത് വെള്ളം തേകി വറ്റിച്ചു ചേറെടുത്ത് മാറ്റിച്ചപ്പോൾ അടിക്ക് മധ്യഭാഗത്തായി ഒരു ഹോമകുണ്ഡം കാണുകയുണ്ടായി. ഇങ്ങനെ മേൽപ്പറഞ്ഞ സംഗതികളുടെ യാഥാർത്ഥ്യത്തെ തെളിയിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ ഇവിടെ കാണാനുണ്ട്. ദേവിയുടെ സാന്നിധ്യം ഇവിടെ അസാമാന്യമായി പ്രസരിക്കുന്നുണ്ട് എന്നുള്ളതിലേക്കും അനേകം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അവയെല്ലാം യഥാക്രമം വിവരിക്കാൻ നിന്നാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് അത് മറ്റൊരു കഥയായി നാളെ നമുക്ക് നമ്മുടെ ഐതിഹ്യ കഥകളിൽ തന്നെ കേൾക്കാം. ഇത്രയും നേരം തന്നെ കഥകൾ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഇഷ്ടമായാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണേ. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കഥയുമായിട്ട് നാളെ വീണ്ടും കാണാം.